Hi, dear my children. Now we start a new session that is nothing but the concept of equivalent mass. Concept of equivalent mass. Equivalent mass base ചെയ്തിട്ട് കുറേ പ്രോബ്ലംസ് ചിലപ്പോഴും വരാം കോമ്പറ്റേറ്റീവ് എക്സാമിൽ. ഇനി അഥവാ വരുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഈസി മെത്തേഡിൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൺക്ലൂഡ് ചെയ്യാൻ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലി യൂസ്ഫുൾ ആണ്. മാത്രമല്ല യു മസ്റ്റ് നോ ദി കോൺസെപ്റ്റ് ഓഫ് ഇക്വലൻറ്റ് മാസ്. കാരണം ഹയർ സ്റ്റഡീസിൽ അതെന്തായാലും അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, സോ വി കം ടു ദി കോൺസെപ്റ്റ് ഓഫ് ഇക്വലൻറ്റ് മാസ്. ഇക്വലൻറ്റ് മാസിൻ്റെ കോൺസെപ്റ്റ് വരുമ്പോൾ ഫസ്റ്റിൽ നമ്മളവിടെ ഗവേൺ ചെയ്യുന്നത് ഒരു ലോ ആണ്. ലോ ഓഫ് ഇക്വലൻസ് ആണ്. ഇക്വലൻസ്, ലോ ഓഫ് ഇക്വലൻസ് ആണ്. Substances, they react with one another in a mass proportional to their equivalent mass. അറ്റോമിക് മാസിൻ്റെയോ മോളാർ മാസിൻ്റെയോ ഒന്നും ബേസിസിലല്ല സബ്സ്റ്റൻസുകൾ റിയാക്ട് ചെയ്യുന്നത്. സബ്സ്റ്റൻസ് എയും സബ്സ്റ്റൻസ് ബിയോട് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ടു ഇൻ എ മാസ് ഓർ ഇൻ അക്കോർഡൻസ് വിത്ത് എ മാസ് പ്രപ്പോർഷണൽ ടു ദർ ഇക്വലൻറ്റ് മാസ്. രണ്ട് സബ്സ്റ്റൻസുകൾ ഏത് മാസിൻ്റെ പ്രപ്പോർഷനിലാണോ റിയാക്ട് ചെയ്യുന്നത് ആ മാസിനെയാണോ ഇക്വലൻറ്റ് മാസ് എന്ന് പറയാം. അപ്പോൾ സബ്സ്റ്റൻസസ് റിയാക്ട് വിത്ത് വൺ അനദർ ഇൻ പ്രപ്പോർഷണൽ ടു ദർ ഇക്വലൻറ്റ് മാസ്. അതൊരു ബേസിക് ഫാക്റ്റാണ്, ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് അത്. സി, എയും ബിയും റിയാക്ട് ചെയ്യുന്നു. എന്തിൻ്റെ ബേസിലാണ് റിയാക്ട് ചെയ്യുക? നമ്പർ ഓഫ് മോൾസിൻ്റെ ബേസിൽ റിയാക്ട് ചെയ്യും, മാസിൻ്റെ ബേസിൽ റിയാക്ട് ചെയ്യും. ഗ്യാസസ് ആണെങ്കിൽ വോളിയം അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുത്തുകൊണ്ട് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ദർ ആർ സോ മെനി ഫാക്ടേഴ്സ്. ഗ്യാസസ് ആണെങ്കിൽ പ്രഷറിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തത് മാസിൻ്റെ ടേംസിൽ. ഹൗ? രണ്ട് സബ്സ്റ്റൻസ് എ ബി റിയാക്ട് വിത്ത് വൺ അനദർ ഇൻ പ്രപ്പോർഷണൽ ടു ദർ ഇക്വലൻറ്റ് മാസ്. NaOH HCl റിയാക്ട് ചെയ്യുന്നു. എന്തിൻ്റെ പ്രപ്പോർഷനിൽ? അതിൻ്റെ ഇക്വലൻറ്റ് മാസിൻ്റെ പ്രപ്പോർഷനിൽ. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫെറസ് സൾഫേറ്റോട് റിയാക്ട് ചെയ്യുന്നു. എന്തിൻ്റെ പ്രപ്പോർഷനിൽ? അതിൻ്റെ ഇക്വലൻറ്റ് മാസിൻ്റെ പ്രപ്പോർഷനിൽ. ഇപ്പോൾ രണ്ട് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുന്നു, ഈക്വലൻറ്റ് മാസിൻ്റെ പ്രപ്പോർഷനിലാണ് അത് ഹാപ്പൻ ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് ഈക്വലൻറ്റ് മാസ്? ഈക്വലൻറ്റ് മാസിൻ്റെ ബേസിക് തിങ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഈക്വലൻറ്റ് മാസ് ഓഫ് എ മീൻസ് മാസ് ഓഫ് എ വിച്ച് കമ്പൈൻസ് വിത്ത് ഈക്വലൻറ്റ് മാസ് ഓഫ് ബി. ഈക്വലൻറ്റ് മാസ് ഓഫ് ബി മീൻസ് മാസ് ഓഫ് ബി വിച്ച് കമ്പൈൻസ് വിത്ത് ഈക്വലൻറ്റ് മാസ് ഓഫ് എ. എയുടെ ഈക്വലൻറ്റ് മാസ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ ബിക്ക് എത്ര മാസ് വേണമെന്നുള്ളതാണ് ബിയുടെ ഇക്വലൻറ്റ് മാസ്. ബിയുടെ ഇക്വലൻറ്റ് മാസ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ എക്ക് എത്ര മാസ് വേണമെന്നുള്ളതാണ് എയുടെ ഇക്വലൻറ്റ് മാസ്. കത്തിയോ? അപ്പോഴല്ലേ ഇക്വലൻറ്റ് മാസിൻ്റെ പ്രപ്പോർഷനിൽ റിയാക്ട് ചെയ്യുള്ളൂ. എയുടെ ഇക്വലൻറ്റ് മാസ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ ബിക്ക് എത്ര മാസ് വേണമെന്നുള്ളതാണ് ബിയുടെ ഇക്വലൻറ്റ് മാസ്. ബിയുടെ ഇക്വലൻറ്റ് മാസ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ എക്ക് എത്ര മാസ് വേണമെന്നുള്ളതാണ് എയുടെ ഇക്വലൻറ്റ് മാസ്. ഇക്വലൻറ്റ് മാസ്, ഇക്വലൻറ്റ് മാസ്. ക്ലിയർ ആണോ? So, equivalent mass of A means mass of A which combines with equivalent mass of B. Equivalent mass of B means mass of B which combines with equivalent mass of A. You have a reaction between NaOH and HCl. NaOH and HCl. Equivalent mass of NaOH means mass of NaOH which reacts with equivalent mass of HCl. Equivalent mass of HCl means mass of HCl which combines with equivalent mass of NaOH. KMnO4 parasulfate. Equal mass of parasulfate means mass of parasulfate which combines with equal mass of KMnO4. Equal mass of KMnO4 means mass of KMnO4 which combines with equal mass of parasulfate. രണ്ട് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുന്ന ഈക്വൽ മാസിൻ്റെ പ്രപ്പോർഷനിൽ. ക്ലിയർ ആണോ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ. ഈക്വൽ മാസ് ഓഫ് ഹൈഡ്രോജൻ മീൻസ് മാസ് ഓഫ് ഹൈഡ്രോജൻ വിച്ച് കമ്പൈൻസ് വിത്ത് ഈക്വൽ മാസ് ഓഫ് നൈട്രോജൻ. Equal mass of nitrogen means mass of nitrogen which combines with equal mass of hydrogen. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈക്വലൻറ്റ് മാസിൻ്റെ ബേസിക് തിങ്. ഓക്കെ, ഇനി ഈക്വലൻറ്റ് മാസ് ഓരോ സ്പീഷീസിനും ഓരോ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഫോർ എലമെൻറ്റ്സ് എടുത്തു. ഈക്വലൻറ്റ് മാസ് ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. എലമെൻ്റ് എടുത്ത് ഓക്സിജൻ. സോ വാട്ട് ഈസ് ഈക്വലൻറ്റ് മാസ് ഓഫ് ഓക്സിജൻ? അതിൻ്റെ അറ്റോമിക് മാസ് 16. ബൈ വാലൻസി എത്രയാ? 2. 16/2. അപ്പോൾ എത്ര? 8. അപ്പോൾ അതിൻ്റെ ഈക്വലൻറ്റ് മാസ് 8 ആണ്. ഈക്വലൻറ്റ് മാസ് ഗ്രാമിൽ പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് 1 ഈക്വലൻ്റ് അല്ലെങ്കിൽ 1 ഗ്രാം ഈക്വലൻ്റ്.
സോ ദിസ് ഈസ് 1 ഈക്വലൻറ്റ്. അപ്പോൾ 1 ഈക്വലൻ്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1 ഈക്വലൻ്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ്. 8 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 8/32 മോൾസ് ആണ്. വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് O2 ആണ്. 8/32 മോൾ ആണ്. അപ്പം അത് 1/4 മോൾ ഓക്സിജൻ ആണ്. ഓക്സിജൻ എസ് ടി പിയിൽ എത്രയാണ് വോളിയം? ഓക്സിജൻ്റെ എസ് ടി പിയിലെ വോളിയം 22.4 ലിറ്റേഴ്സ്. അപ്പോൾ 1/4 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എസ് ടി പിയിൽ എത്ര വോളിയം വരും? 22.4 ലിറ്റർ ഇൻറ്റു 1/4. അതെത്രയാ? 5.6 ലിറ്റേഴ്സ്. അപ്പോൾ 5.46 ലിറ്റർ ഓക്സിജൻ അറ്റ് എസ് ടി പി എന്ന് പറഞ്ഞാൽ അത് എത്ര ഈക്വലൻ്റാ? അത് 8 ഗ്രാമാണ്. 1 ഈക്വലൻ്റ് ആണ്. കൺവേർഷൻ ഇഷ്ടപ്പെടാൻ നടക്കണം. Equivalent mass of an element equal to atomic mass by valency. Oxygen atomic mass 16. Oxygen normally divalent. അപ്പോൾ by 2. അപ്പോൾ 8 ആണ് അതിൻ്റെ equivalent mass. Atomic mass by valency 8. അപ്പോൾ നമ്മൾ 8 ഗ്രാം ഓക്സിജൻ എടുത്തു. 8 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അത് 1 ഈക്വലൻ്റ് ഓർ 1 ഗ്രാം ഈക്വലൻ്റ്. ഇനി അതിനെ മോൾസിലേക്ക് മാറ്റും. O2 അല്ലേ? അതെ. 8/32. ഓക്സിജൻ്റെ മോളാർ മാസ് 32. അപ്പോൾ 8/32 എന്ന് പറഞ്ഞാൽ 1/weight ബൈ മോളിക്കുലാർ വെയിറ്റ്, അതാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ 1/4 മോൾ O2 ആണ്. 1/4 മോൾ O2 ഓക്സിജൻ എസ് ടി പിയിൽ എടുത്തു. എസ് ടി പിയിൽ ഒരു മോൾ എത്രയാണ്? 22.4. 1/4 മോൾ എന്ന് പറഞ്ഞാലോ 1/4 ഇൻറ്റു 22.4. അത് എത്രയാണ്? 5.6 ലിറ്റർ. അപ്പോൾ 5.6 ലിറ്റർ എസ് ടി പിയിൽ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 8 ഗ്രാമാണ്. അത് 1 ഈക്വലൻ്റ് ആണ്. അപ്പോൾ കൺവേർഷൻ അറിയണം. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഹൈഡ്രജൻ എടുത്തേ. ഈക്വലൻ്റ് മാസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആരാ? എലമെൻ്റ് ആണ്. എലമെൻ്റ് ഈക്വലൻ്റ് മാസ് എങ്ങനെയാണ് കാണുക? അറ്റോമിക് മാസ് ബൈ വാലൻസി. അറ്റോമിക് മാസ് എത്രയാണ്? 1 ആയിട്ട് എടുത്തു നിയർലി. ബൈ വാലൻസി മോണോവാലൻറ്റ്. അപ്പോൾ എത്രയാണ്? 1 ആണ്. ഹൈഡ്രജന് 1 ഗ്രാം. അപ്പോൾ അയാളുടെ ഈക്വലൻ്റ് മാസ് ഗ്രാമിൽ പറഞ്ഞു 1 ഗ്രാം. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഈക്വലൻ്റാ? 1 ഈക്വലൻ്റ് ആണ്. ഹൈഡ്രജൻ്റെ മോളാർ മാസ് എത്രയാണ്? മോളാർ മാസ് 2 ഗ്രാം പെർ മോളാണ്. അപ്പോൾ ഇത് എത്ര നമ്പർ മോൾസ് വരും? ഇതെത്ര നമ്പർ മോൾസ് വരും? വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. എത്ര മോളാ? ഹാഫ് മോളാ. ഒരു മോളിന് എസ് ടി പിയിൽ എത്രയാണ് വോളിയം? ഒരു മോളിന് എസ് ടി പിയിലെ വോളിയം 22.4 ലിറ്റേഴ്സ്. എസ് ടി പി 1 ATM ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ അത് എത്ര വരും? ഹാഫ് മോളാ. അപ്പോൾ എത്ര വോളിയം വരും? 11.2 ലിറ്റേഴ്സ് വരും. അപ്പോൾ 11.2 ലിറ്റർ എത്രയാണ്? 1 ഗ്രാമാണ്. അത് എത്രയാണ്? 1 ഈക്വലൻ്റ് ആണ്. കണ്ടോ? കുഴപ്പമില്ലല്ലോ. ദെൻ ക്ലോറിൻ എടുത്തേ. ഈക്വലൻ്റ് മാസ് ഓഫ് ക്ലോറിൻ. അറ്റോമിക് മാസ് എത്രയാണ്? 35.5. ബൈ വാലൻസി ക്ലോറിൻ മോണോവാലൻറ്റ്. അപ്പോൾ 35.5 ഗ്രാം ക്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഈക്വലൻസ് വരും? 35.5 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ഈക്വലൻ്റ് ഓർ 1 ഗ്രാം ഈക്വലൻ്റ് വരും. ക്ലോറിൻ എത്രയാണ്? മോളാർ മാസ് 71. അപ്പോൾ 35.5 ബൈ 71 പറഞ്ഞാൽ ഹാഫ് മോളാണ്. അപ്പോൾ ഹാഫ് മോൾ എന്ന് പറഞ്ഞാൽ 1 ഈക്വലൻ്റ് ആണ്. ഹാഫ് മോൾ Cl2 എന്ന് പറഞ്ഞാൽ 1 ഈക്വലൻ്റ് ആണ്. കണ്ടുവോ? ഇവിടുന്ന് ബിൽഡ് ചെയ്തെടുക്കണം. പിന്നെ 11.2 ലിറ്റേഴ്സ്. ഒരു മോളിന് 22.4. അപ്പോൾ 11.2 ലിറ്റേഴ്സ് അറ്റ് എസ് ടി പി ഗ്യാസാണ്. കുഴപ്പമില്ലല്ലോ. യെസ്, ക്ലിയർ അല്ലേ മക്കളെ? അപ്പം അറ്റോമിക് മാസ് ബൈ വാലൻസി അതാണ് ആര്? ഈക്വലൻ്റ് മാസ് ആരുടെ? എലമെൻറ്റിൻ്റെ. അപ്പം മക്കൾ നോക്കിയേ, മെറ്റൽ ഓക്സൈഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? മെറ്റൽ ഓക്സൈഡ് കണ്ടെയ്ൻസ് 60% മെറ്റൽ. ബട്ട് ഈസ് ഈക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ എന്ന് ചോദിച്ചു. മെറ്റൽ ഓക്സൈഡ് അല്ലേ? അതെ. ഫോർമുല തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ മെറ്റലും ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ മെറ്റൽ ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? ഓക്സിജനായിട്ട്. MO എന്നുള്ളത് ഫോർമുലയല്ല. MO ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ. M2O3 ആവാം, MO2 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇനിവേ MO ആണ് മെറ്റലും ഓക്സിജനും ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ MO എഴുതി വെച്ച് അത്രയേ ഉള്ളൂ. മെറ്റൽ ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? ഓക്സിജനായിട്ട്. ആരാ ഈക്വലൻ്റ് മാസാണ് ചോദിച്ചത്? മെറ്റലിൻ്റെ ഈക്വലൻ്റ് മാസാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ? ബേസിക് ഡെഫിനിഷൻ എന്താ? ഈക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ മീൻസ് മെറ്റൽ ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? ഓക്സിജനായിട്ട്. അപ്പോൾ ഈക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ മീൻസ് മാസ് ഓഫ് മെറ്റൽ വിച്ച് കമ്പൈൻസ് വിത്ത് ഈക്വലൻ്റ് മാസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ ഈക്വലൻ്റ് മാസ് കമ്പൈൻ ചെയ്യാൻ മെറ്റൽ എത്ര മാസ് വേണം എന്നുള്ളതാണ് മെറ്റലിൻ്റെ ഈക്വലൻ്റ് മാസ്. അതിനാണ് ഈ ഡാറ്റ തന്നെ. 60% മെറ്റൽ. ആകെ മെറ്റൽ ഓക്സിജനല്ലേ ഉള്ളൂ. അതിൽ 60% മെറ്റൽ എന്ന് പറഞ്ഞാൽ ബാക്കി 40% ഓക്സിജനാണ്. മെറ്റലിൻ്റെ ഈക്വലൻ്റ് മാസ് അല്ലേ വേണ്ടത്? അതെ. അപ്പോൾ ആര് ഈക്വലൻ്റ് മാസ് കിട്ടണം? ഓക്സിജൻ്റെ. കാരണം ഓക്സിജൻ്റെ ഈക്വലൻ്റ് മാസ് കമ്പൈൻ ചെയ്യാൻ മെറ്റലിന് എത്ര മാസ് വേണം എന്നുള്ളതാണ് മെറ്റലിൻ്റെ ഈക്വലൻ്റ് മാസ്. ഈക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ മീൻസ് മാസ് ഓഫ് മെറ്റൽ വിച്ച് കമ്പൈൻസ് വിത്ത് ഈക്വലൻ്റ് മാസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ ഈക്വലൻ്റ് മാസ് എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു 8. 40 നിന്ന് എങ്ങനെ 8ലേക്ക് ചാടുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതേ അക്രമം അവിടെയും ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12.
അപ്പോൾ 12 ഗ്രാമിന് എത്ര വേണം? 8 ഗ്രാം വേണം. 8 എന്താ? ഓക്സിജൻ്റെ ഈക്വൽ മാസ്. അപ്പോൾ 12 എന്താ? മെറ്റലിൻ്റെ ഈക്വൽ മാസ്. അപ്പോൾ മെറ്റലിൻ്റെ ഈക്വൽ മാസ് 12. ഐഡിയ വന്നോ? ക്ലിയർ ആണത്? കുഴപ്പമാണോ? യെസ്. ഇനി ശരിയല്ലേ മക്കളെ? MXOY ഇങ്ങനെ തന്നു. MXOY ഫോർമുല തന്നു. എന്നിട്ട് മെറ്റലിൻ്റെ ഈക്വൽ മാസ് ചോദിച്ചു. നേരത്തെ ഫോർമുല തന്നിട്ടില്ല, ജസ്റ്റ് പെർസെൻറ്റേജ് തന്നിട്ടുള്ളൂ. അപ്പോൾ മാസ് എടുത്തിട്ട് ചെയ്തു. ഇനി ഫോർമുല തന്നു, മെറ്റലിൻ്റെ ഈക്വൽ മാസ്സാണ് ചോദിച്ചത്. അപ്പോൾ മെറ്റൽ ആയിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ഓക്സിജനായിട്ട്. ഈക്വൽ മാസ് ഓഫ് മെറ്റൽ മീൻസ് മാസ് ഓഫ് മെറ്റൽ വിച്ച് കമ്പൈൻസ് വിത്ത് ഈക്വൽ മാസ് ഓഫ് ഓക്സിജൻ. ഈക്വൽ മാസ് ഓഫ് ഓക്സിജൻ എത്രയാ? 8. 8 ഗ്രാമിന് എത്ര വേണമെന്നാണ് പറയേണ്ടത്. അതിനെന്താ ഉള്ളത്? ഇവിടെ Y ആണ് ഓക്സിജൻ്റെ എണ്ണം. Y ആണ് ഓക്സിജൻ്റെ എണ്ണം. ഓക്സിജൻ എത്രയാ? 16. അറ്റോമിക് മാസ് 16. അപ്പോൾ ഈ മൊത്തം ഓക്സിജൻ്റെ മാസ് എത്ര വരും? 16 × Y ഗ്രാം വരും. അല്ലേടാ, നിങ്ങൾ CO2 എടുക്കുക. CO2 ഓക്സിജൻ എത്രയാ? 32 ഗ്രാം. അപ്പോൾ കാർബണോ? 12 ഗ്രാം. ഇങ്ങനെയല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്? 32 ഗ്രാം ഓക്സിജന് 12 ഗ്രാം കാർബൺ വേണം. അപ്പോഴാണ് നമുക്ക് 44 ഗ്രാം CO2 മൊത്തം അവിടെ വരുന്നത്. അല്ലേ? അതെ. ഇവിടെ ഓക്സിജൻ്റെ സ്ഥാനത്ത് എത്രയാ? Y. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാ? 16. അപ്പോൾ 16 Y ഗ്രാമിന് മെറ്റൽ എത്ര വേണം? മെറ്റലിൻ്റെ അറ്റോമിക് മാസ് A ആണെന്ന് വിചാരിച്ചോ. മെറ്റൽ എത്ര ഉണ്ട്? X. അപ്പോൾ A × X വേണം. അത്രയും ഗ്രാം. മെറ്റലിൻ്റെ നമ്പർ ഓഫ് മെറ്റൽ എത്രയാ? X. മെറ്റലിൻ്റെ അറ്റോമിക് മാസ് A ആണെന്ന് വിചാരിക്കുക. അപ്പോൾ A × X ഗ്രാമിന് 16 × Y ഗ്രാം വേണം. എന്താ ചോദിച്ചത്? മെറ്റലിൻ്റെ ഈക്വൽ മാസ്. അപ്പോൾ ആരെ ഈക്വൽ മാസ് കിട്ടണം? ഓക്സിജൻ്റെ. ഓക്സിജൻ ഈക്വൽ മാസ് എത്രയാ? 8. ഇവിടുന്ന് എങ്ങനെ 8ലേക്ക് ചാടുക? ഇവിടുന്ന് എങ്ങനെ 8ലേക്ക് ചാടുക? 8ലേക്ക് ചാടണമെങ്കിൽ 2Y കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Y ക്യാൻസൽ ചെയ്തു. 16/2 8 കിട്ടും. അപ്പോൾ 2Y കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? AX/2Y. ഇതെന്താ? ഓക്സിജൻ്റെ ഈക്വൽ മാസ്. ഇതെന്താ? മാസ് ഓഫ് മെറ്റൽ വിച്ച് കമ്പൈൻസ് വിത്ത് 8 ഗ്രാം ഓക്സിജൻ. 8 എന്താ? ഓക്സിജൻ്റെ ഈക്വൽ മാസ്. അപ്പോൾ ഇതെന്താ? മെറ്റലിൻ്റെ ഈക്വൽ മാസ്. അപ്പോൾ മെറ്റലിൻ്റെ ഈക്വൽ മാസ് എത്രയാ? AX/2Y. ശരിയായോ? അപ്പോൾ ഫോർമുല തന്നാൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഫോർമുല വന്നാൽ ഓരോരുത്തർ എത്ര വീതം എണ്ണ ഉണ്ടെന്ന് നോക്കുക. ആ എണ്ണത്തിന് അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയും ഗ്രാമിന് ഇത്രയും ഗ്രാം വേണം. പിന്നെ അതിലൊരാൾ നമുക്കറിയാം ഓക്സിജൻ. ഓക്സിജൻ്റെ ഈക്വൽ മാസ് നമുക്കറിയാം. അത് എത്രയാ? 8. അപ്പോൾ 8 ഗ്രാമിന് എത്ര വേണമെന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇവിടെ നിന്ന് കൂടി ചാടുക? 2Y കൊണ്ട് ഡിവൈഡ് ചെയ്ത് അവിടെ എത്തും. അപ്പോൾ ഇവിടെ 2Y കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എത്തും. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ദെൻ യെസ്, ഐഡിയ വന്നില്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അപ്പോൾ ആരുതാ നമ്മൾ പറഞ്ഞത്? എലമെൻസിൻ്റെതാ പറഞ്ഞത്. ചിലപ്പോൾ അവർ പറയും മെറ്റൽ ക്ലോറൈഡ് കണ്ടെയ്ൻസ്. മനസ്സിലായോ? മെറ്റൽ ക്ലോറൈഡ് കണ്ടെയ്ൻസ് ഇത്ര മെറ്റൽ എന്ന് പറയും. അപ്പോൾ ക്ലോറിൻ്റെ ഈക്വൽ മാസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ മെറ്റലിന് എത്ര മാസ് വേണം എന്നുള്ളതാണ് മെറ്റലിൻ്റെ ഈക്വൽ മാസ്. ക്ലോറിൻ്റെ ഈക്വൽ മാസ് എത്രയാണ്? 35.5. അപ്പോൾ 35.5ന് മെറ്റൽ എത്ര വേണം നോക്കുക. ആൻസർ ആയി. ശരിയല്ലേ? അതിൽ ഒരാളുടെ അത് അറിയണം. ആ അറിയുന്ന ആളുകളെ നിങ്ങൾക്ക് തരുള്ളൂ. കുഴപ്പമില്ലല്ലോ. ദെൻ അപ്പോൾ അത് എലമെൻ്റാണ്. ഇനി നമ്മൾ എലമെൻറ്റ് CuO എടുത്തു, Cu2O എടുത്തു. കണ്ടോ? രണ്ടിടത്തും കോപ്പർ ഉണ്ട്. പക്ഷേ ഇവിടെ കോപ്പർ എത്രയില്ല? +2ലാണ്. ഇവിടെ കോപ്പർ എത്രയില്ല? 2 കോപ്പറിനാണ് +2. ഓക്സിജന് -2. 2 കോപ്പറിന് +2. അപ്പോൾ ഒരു കോപ്പർ എത്രയില്ല? 1ല്ല. അപ്പോൾ ഇവിടെ കോപ്പർ 2ലാണ്, ഇവിടെ കോപ്പർ 1ല്ല. ഇവിടെ കോപ്പറിൻ്റെ വാലൻസി 2 ആണ്, ഇവിടെ കോപ്പറിൻ്റെ വാലൻസി 1 ആണ്. ഇത് കുപ്രിക് ആണ്, ഇത് കുപ്രസ് ആണ്. അപ്പോൾ ഈക്വൽ മാസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ്. വാലൻസി ചേഞ്ച് ചെയ്താൽ ഈക്വൽ മാസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈക്വൽ മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണോ? അല്ല, വാലൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. വാലൻസി ഇവിടെ എത്രയാ? വാലൻസി 2 ആണ്. അപ്പോൾ അവിടെ കോപ്പറിൻ്റെ ഈക്വൽ മാസ് എത്രയാ? അതിൻ്റെ അറ്റോമിക് മാസ് /2, 63.5/2. ഇവിടെ കോപ്പറിൻ്റെ ഈക്വൽ മാസ് എത്രയാ? കോപ്പറിൻ്റെ ഈക്വൽ മാസ് 63.5/1 ആണ്. 1 എന്താ? വാലൻസി. എത്ര എണ്ണം കോപ്പർ ഉണ്ട് നല്ല നോക്കേണ്ടത്? കോപ്പറിൻ്റെ വാലൻസി എടുക്കുക. കോപ്പറിൻ്റെ വാലൻസി എത്രയാ? 1. അറ്റോമിക് മാസ് ബൈ വാലൻസി. ഇതാണ് അതിൻ്റെ ഈക്വൽ മാസ്. ഇവിടെ അതാണ് ഈക്വൽ മാസ്. ഇത്രയും ഗ്രാം പറഞ്ഞാലാണ് ഇവിടെ ഒരു ഈക്വലൻ്റ് ആവുക. ഇവിടെ ഇത്രയും ഗ്രാം പറഞ്ഞാലാണ് ഒരു ഈക്വലൻ്റ് ആവുക. ഈക്വൽ മാസ് ഗ്രാമിൽ പറഞ്ഞു 1 ഈക്വലൻ്റ്. അപ്പം സിൻസ് വാലൻസി ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, ഈക്വൽ മാസ് നീഡ് നോട്ട് ബി എ കോൺസ്റ്റൻറ്റ്. ക്ലിയർ അല്ലേ? യെസ്. വാലൻസി കോൺസ്റ്റൻ്റ് അല്ല, ഈക്വൽ മാസ് കോൺസ്റ്റൻ്റ് അല്ല. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാലൻസി, അത് ശ്രദ്ധിച്ചോളണം. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ എലമെൻസിൻ്റെ കേസ് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോമ്പൗണ്ട്സിലേക്കാണ് വരുന്നത്. കോമ്പൗണ്ട്സിൽ വരുമ്പോൾ നമ്മൾ ആസിഡ് എടുത്തു. ആസിഡ് അത് H+ തരുന്ന ആസിഡുകൾ.
പ്രോട്ടോൺ ഡോണേഴ്സ് HCl, H2SO4, HNO3 ഒക്കെ. അപ്പോൾ ഈക്വലൻ മാസ് ഓഫ് എൻ ആസിഡ് ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജൻ അയോൺസ് കോൾഡ് ബേസിസിറ്റി. നമ്പർ ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജൻ അയോൺസിനെ വിളിക്കുന്ന പേരാണ് ബേസിസിറ്റി. അപ്പോൾ നമ്മൾ ഈക്വലൻ മാസ് ഓഫ് HCl എടുത്തു. ഈക്വലൻ മാസ് ഓഫ് HCl എന്ന് പറഞ്ഞാൽ അത്രയാ? ഈക്വലൻ മാസ് ഓഫ് HCl എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളാർ മാസ് 36.5 ബൈ HCl ആസിഡ് അല്ലേ? അതെ. നമ്പർ ഓഫ് റീപ്ലേസബിൾ H പ്ലസ് എത്ര ഉണ്ട്? 1. അപ്പോൾ അതിൻ്റെ ബേസിസിറ്റി എത്രയാ? 1. അപ്പോൾ 36.5 ബൈ 1 ഇത്രയും ഗ്രാം പറഞ്ഞാൽ എത്ര ഈക്വലൻ്റാ? 1 ഈക്വലൻ്റാ. അപ്പോൾ ആസിഡിന് ഈക്വലൻ മാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ബൈ മീൻസ് മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റീപ്ലേസബിൾ H പ്ലസ് അയോൺസ്. അറ്റോമിക് മാസിൻ്റെ ടേംസിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് എലമെൻ്റായി. ബാക്കിയുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ മോളാർ മാസ് ബൈ ബേസിസിറ്റി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഈക്വലൻ മാസ് ഓഫ് H2SO4 എടുക്കും. ഈക്വലൻ മാസ് ഓഫ് H2SO4 അപ്പോൾ എന്താ വരിക? മോളാർ മാസ് 98 ഡിവൈഡഡ് ബൈ വാലൻസി എത്രയാ? വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബേസിസിറ്റീൻ്റെ ടേംസിലാണ് പറയേണ്ടത്. ആസിഡാണ്. ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റീപ്ലേസബിൾ H പ്ലസ് അയോൺസ്. അപ്പോൾ എത്ര റീപ്ലേസ് ചെയ്യാൻ പറ്റും? മാക്സിമം 2 എണ്ണം. അപ്പോൾ അതിൻ്റെ ഈക്വലൻ മാസ് എത്രയാ? 49 ആണ്. അപ്പോൾ 49 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ഈക്വലൻ്റാ അല്ലെങ്കിൽ 1 ഗ്രാം ഈക്വലൻ്റാ. അത് എത്ര മോളാ? 49. അതിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളാർ മാസ് എത്രയാ? 98 ഗ്രാം പെർ മോൾ. അപ്പം എത്ര മോളാ? അത് ഹാഫ് മോളാണ്. വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ്, നമ്പർ ഓഫ് മോൾസ്. ശരിയായില്ലേ? കുഴപ്പമില്ലല്ലോ. ആസിഡ് അപ്പം എവിടെ വന്നല്ലോ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ആസിഡ് തന്നെ ആകുമ്പോൾ ഇങ്ങനെ വന്നു. H2SO4 plus NaOH gives NaHSO4 plus H2O. നോക്കി, NaOH ആയിട്ട് റിയാക്ട് ചെയ്തു. H2SO4 എത്ര ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യാൻ പറ്റും? 2 എണ്ണം റീപ്ലേസ് ചെയ്യാൻ പറ്റും. 2 എണ്ണം റീപ്ലേസ് ചെയ്തോ? ഇല്ല, ഒരെണ്ണം എപ്പോഴും അവിടെ ആ സാൾട്ടിലുണ്ട്. കണ്ടു അത്? അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ റിയാക്ഷൻ തന്നാൽ മാക്സിമം 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ റിയാക്ഷനിൽ എത്രയും റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ? 2 എണ്ണം പോയാൽ 2 സോഡിയം വരണം. 2 സോഡിയം വന്നോ? ഇല്ല, 1 സോഡിയം വന്നിട്ടുള്ളൂ. അപ്പോൾ എത്ര എണ്ണം റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ? 1 റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈക്വലൻ മാസ് ഓഫ് H2SO4 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ മാക്സിമം 2 എണ്ണം റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ 1 റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. വെറുതെ H2SO4 തന്നിട്ട് ഈക്വലൻ മാസ് ചോദിച്ചാൽ മാക്സിമം എത്ര എണ്ണം റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര? 98/2. അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇവിടെ റിയാക്ഷൻ തന്നില്ലേ? അപ്പം റിയാക്ഷൻ തന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര ഹൈഡ്രജൻ പോയി നോക്കണം. 2 എണ്ണം ഉണ്ട്, അതിലൊന്നേ പോയിട്ടുള്ളൂ. ഒന്നപ്പോഴും അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരെണ്ണേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ദെൻ ഇനി ബേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് വന്നിട്ടുണ്ട് ഈക്വലൻ മാസ് ഓഫ് ബേസ് ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഓഫ് ദാറ്റ് ബേസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റീപ്ലേസബിൾ OH മൈനസ്. അതിന് നമ്മൾ എന്താ വിളിക്കുക? അസിഡിറ്റി. അപ്പോൾ ഈക്വലൻ മാസ് ഓഫ് NaOH എടുത്താൽ എന്ത് വരും? ഈക്വലൻ മാസ് ഓഫ് NaOH ഇസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റീപ്ലേസബിൾ OH മൈനസ് 1. മനസ്സിലായോ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലോ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ ദർ ആർ 2 റീപ്ലേസബിൾ OH മൈനസ്. അപ്പോൾ ബൈ 2 ചെയ്യണം. അപ്പോഴൊരു റിയാക്ഷൻ നോക്കണം. എത്ര എണ്ണം പോയി നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വിടാവുള്ളൂ. കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ലല്ലോ? യെസ്. അപ്പോൾ ആ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. ആസിഡായി, ബേസായി. ഇനി നമ്മൾ വരുന്നത് സോൾട്ടിലേക്കാണ്. നമ്മളൊരു സോൾട്ട് എടുത്തു, സോഡിയം ക്ലോറൈഡ്. സോൾട്ടിൻ്റെ ഈക്വലൻ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാൾട്ടിൻ്റെ ഫോർമുല മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോളാർ മാസ് തന്നെ ഇവിടെ 58.5 വരും. ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ ഓർ ആനയോൺ. ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ എത്രയാ? +1 അല്ലെങ്കിൽ ആനയോൺ -1. മാഗ്നിറ്റ്യൂഡ് എടുക്കേണ്ടുള്ളൂ. അപ്പോൾ 1. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈക്വലൻ മാസ്. Na2SO4 എടുക്കുക. കുഴപ്പമില്ലടാ, എളുപ്പമാണ്. Na2SO4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതിൻ്റെ മോളാർ മാസ് എത്രയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് 2 സോഡിയത്തിന് 46, പിന്നെ നമ്മളുടെ സൾഫേറ്റിൻ്റെ 96ഉം അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസ് കിട്ടും. അത് മോളാർ മാസ് മീൻസ് ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ. കാറ്റയോൺ ആരാ? സോഡിയം. ഒരാളുടെ ചാർജ് +1, രണ്ടാളുടെ ചാർജ് +2. അപ്പോൾ m/2 ആണ്. കോപ്പർ സൾഫേറ്റ് CuSO4. കോപ്പർ സൾഫേറ്റിൻ്റെ ഈക്വൽ മാസ് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഫോർമുല മാസ് മോളാർ മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ. കോപ്പർ എത്രയില്ല? 2+ൽ m/2. ഇതാർക്ക്? സാൾട്ടിന്. Na2CO3
46ഉം കാർബണേറ്റിൻ്റെ 16 106 ആണ് അതിൻ്റെ മോളാർ മാസ് മീൻസ് ഫോർമുല മാസ്. അതാണ് ബെസ്റ്റ് യൂസേജ്, ഫോർമുല മാസ് അയോണിക് കോമ്പൗണ്ട്സിന് ബൈ ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ ബൈ 2. 106/2 എത്ര വന്നു? അതെ 53 ഗ്രാം പറഞ്ഞാൽ 1 ഈക്വലൻ്റ് ഈ സാൾട്ടാന്ന് മനസ്സിലായിക്കൊള്ളണം. ഈക്വൽ മാസ് ഗ്രാമിൽ പറഞ്ഞുകൊണ്ട് സാൾട്ടിൻ്റെ കിട്ടിയല്ലോ. യെസ്. ഇനി നമ്മൾ വരുന്നത് എവിടെയാണെന്നറിയോ? ഈ സാൾട്ട് തന്നെ ചിലപ്പം എവിടെ റിഡോക്സ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും, I-. അത് നമുക്ക് വരാം. ഇനി റിഡോക്സ് റിയാക്ഷനിൽ വരുമ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റും വരും, റെഡ്യൂസിങ് ഏജൻറ്റും വരും. അപ്പോൾ ഈക്വൽ മാസ് ഓഫ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് ഈക്വൽ ടു ഓർ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മോളാർ മാസ് ബൈ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ KMnO4 എടുത്തു. KMnO4 ആസിഡിക് മീഡിയത്തിലെടുത്തു. അപ്പോൾ അയാൾ എവിടേക്കാണ് വരിക? ആസിഡിക് മീഡിയത്തിൽ Mn2+ വരിക. അപ്പോൾ മാംഗനീസ് എത്രയിലാണ്? +7. വേറെ ആരും ഇതിൽ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യില്ല, മാംഗനീസ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. അയാൾ എവിടേക്ക് എത്തി? +2 7 2 വരുമ്പോൾ എത്രയായി? ചേഞ്ച് 5 ആണ്. അപ്പോൾ ഇയാളെ മോളാർ മാസിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഇയാളുടെ ഈക്വൽ മാസ് കിട്ടുക. കാരണം അയാൾക്ക് എന്ത് സംഭവിച്ചു? റിഡോക്സ് റിയാക്ഷൻ നടന്നു. ക്ലിയർ അല്ലേ? ഒരു സാൾട്ടാണ് തരുന്നതെങ്കിൽ വെറുതെ ഒരു സാൾട്ട് തന്നു, റിയാക്ഷൻ ഒന്നും തന്നിട്ടില്ല, ഒരു സാൾട്ട് മാത്രം തന്നു. അപ്പോൾ ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ ഓർ ആനയോൺ പറയണം. ഒരു സാൾട്ട് മാത്രം തന്നാൽ ഇവിടെ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന സ്പീഷീസ് അതാണ്. എന്ത് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ അത് നോക്കിയാൽ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് കിട്ടും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്തിനെ? മോളാർ മാസിനെ. ക്ലിയർ അല്ലേ? ഇനി ഇതേ KMnO4 ഞാൻ ബേസിക് മീഡിയത്തിൽ എടുത്തു. ഏത് ബേസിക് മീഡിയത്തിൽ? ഹൈലി കോൺസെൻട്രേറ്റഡ് OH- എടുത്തു. അപ്പോൾ അയാൾ വരുന്നത് MnO4 2- അപ്പോൾ മാംഗനീസ് എത്രയാണ് ഇവിടെയിൽ? +7. ഇവിടെ മാംഗനീസ് എത്രയില്ല? +6. കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ് എടുത്തത്. അപ്പോൾ അയാൾ എന്തിൽ വരും? ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1 ആണ്. അപ്പോൾ എന്ത് വരും? M/1 വരും. M/1. ക്ലിയർ അല്ലേ? യെസ്. ഇനി KMnO4 നമ്മൾ ന്യൂട്രൽ മീഡിയത്തിൽ എടുത്തു, വാട്ടറിൽ, അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആൽക്കലൈൻ മീഡിയത്തിൽ എടുത്തു. ടു മച്ച് കോൺസെൻട്രേറ്റഡ് അല്ല, നോർമൽ ആൽക്കലൈൻ മീഡിയം എടുത്തു, അല്ലെ ന്യൂട്രൽ മീഡിയം എടുത്തു. അപ്പം മാംഗനീസ് എവിടെ വരും? MnO2 വരും. അപ്പോൾ ചേഞ്ച് എത്രയാണ്? +7 +4. അപ്പോൾ എന്ത് വരും? ചേഞ്ച് 7 4 3 ആണ്. അപ്പോൾ ഈക്വൽ മാസ് M/3 വരും. K2Cr2O7 ശ്രദ്ധിക്കണേ, അതെങ്ങോട്ടാണ് വരിക? Cr3+ വരിക. ഇവിടെ ക്രോമിയം എത്രയില്ല? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ഒരു ക്രോമിയം +6. ഒരു ക്രോമിയം +6 +3 മാറി. അപ്പോൾ ഒരു ക്രോമിയത്തിൻ്റെ ചേഞ്ച് 3. ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. രണ്ടാളുടെ ചേഞ്ച് അപ്പോൾ എത്രയാണ്? 6 ആണ്. ചേഞ്ചാണ്. നേരത്തെ നമ്മളൊരു Cu2O ചെയ്തു, അത് കേവലം സോൾട്ട് മാത്രം, ഓക്സൈഡ് മാത്രമാണ്. അപ്പോൾ വാലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ല, റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. റിയാക്ഷൻ തന്നു, റിയാക്ഷൻ തരുമ്പോൾ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്തു എന്ന് പറയണം. അതിന് ഈ ഒരു ഫോർമുല എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ക്രോമിയം ഉണ്ട് നോക്കണം. ക്രോമിയത്തിൻ്റെ മൊത്തം ചേഞ്ചാണ് പറയണ്ടേ. പൊട്ടാസ്യം, ഓക്സിജൻ, ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന ആൾ ക്രോമിയം. 2 ക്രോമിയം അവിടെ ഉണ്ട്. രണ്ടാളുടെ ചേഞ്ച് പറയണം. ഒരാളാണ് 6 3. അപ്പോൾ ഒരാളുടെ ചേഞ്ചോ 3, രണ്ടാളുടെ ചേഞ്ചോ 6. അപ്പോൾ അയാളുടെ ഈക്വൽ മാസ് എത്രയാണ്? M/6. ശരിയല്ലേ? മറക്കരുത് കേട്ടോ. M/6. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റായി, റെഡ്യൂസിങ് ഏജൻറ്റായി. അതിൽ നമുക്ക് I- കോപ്പർ സൾഫേറ്റൂടെ റിയാക്ട് ചെയ്തു. അപ്പോൾ കോപ്പർ എവിടേക്കാണ് വന്നത്? Cu+1 വരിക. I- Cu2+ റെഡ്യൂസ് ചെയ്തു Cu+1 വന്നു. അപ്പോൾ അവിടെ കോപ്പർ സൾഫേറ്റിൻ്റെ ഈക്വൽ മാസ് ചോദിച്ചു. കോപ്പർ സൾഫേറ്റിൻ്റെ ഈക്വൽ മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ചേഞ്ച് സൾഫർ ഓക്സിജൻ ഒന്നും മാറിയിട്ടില്ല, കോപ്പറിൻ്റെ ഇത് മാറി. കോപ്പർ എത്രയ്ക്ക് മാറി? +2 +1. അപ്പോൾ അയാൾ ചേഞ്ച് 1. വെറും കോപ്പർ സൾഫേറ്റ് ചോദിച്ചാലോ? വെറും കോപ്പർ സൾഫേറ്റ് ചോദിച്ചു. വെറും കോപ്പർ സൾഫേറ്റ്, റിയാക്ഷൻ ഒന്നും തന്നിട്ടില്ല. വെറും കോപ്പർ സൾഫേറ്റ് ചോദിച്ചു. അപ്പോൾ സാൾട്ട് മാത്രം. അപ്പം ഈക്വൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസ് ഡിവൈഡഡ് ബൈ സാൾട്ട് മാത്രമാണ്. സാൾട്ട് മാത്രം എന്താ വരിക? ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ ഓർ ആനയോൺ. അത് എത്രയാണ്? 2 ആണ്. ഇത് സാൾട്ടാണോ? അല്ല. ഇതിവിടെ റിഡോക്സ് റിയാക്ഷൻ നടന്നു. അപ്പോൾ ഇയാൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആകുമ്പോൾ ഇയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്.
അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ ഈക്വൽ മാസ് എങ്ങനെ പറയാം? മോളാർ മാസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദി ഓക്സിഡൈസ് സ്റ്റേറ്റ്. അപ്പോൾ കോപ്പറിന് എത്രയാണ് ചേഞ്ച്? 2 + 1 + 1. ഒരു കോപ്പർ അല്ലേ ഉള്ളൂ, അതെ. അപ്പോൾ ചേഞ്ച് എത്രയാ? 1. സൾഫർ ഓക്സിജൻ ചേഞ്ച് ചെയ്യൂല, അപ്പോൾ m/1. കേസ് ഐഡൻറ്റിഫൈ ചെയ്തല്ലോ. യെസ്, ഇത് സാൾട്ട് മാത്രം. അപ്പം ബൈ ചാർജ് ഓൺ ദി കാറ്റയോൺ ഓർ ആനയോൺ. ഇത് റിഡോക്സാണ്, അപ്പോൾ ചേഞ്ച് ഇൻ ദി ഓക്സിഡൈസ് സ്റ്റേറ്റ് കൊണ്ട് വേണം ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ അത് ക്ലിയർ ചെയ്തു. ദെൻ ക്ലിയർ അല്ലേ? നമ്മൾ AS2S3 gives ASO3 minus plus SO2 ഇങ്ങനെ തന്നു. അപ്പം 3 സൾഫറിന് -6 സൾഫൈഡാണ്. സൾഫൈഡിൽ സൾഫർ -2 അപ്പം 3 സൾഫർ -6. അപ്പോൾ 2 ആഴ്സനിക്കോ? 2 ആഴ്സനിക്ക് വരുന്നത് +6. അപ്പോൾ 1 ആഴ്സനിക്കോ +3, 1 ആഴ്സനിക്ക് +3. ക്ലിയർ അല്ലേ? +3 ഇയാൾ ഇവിടെ എത്തി. 3 ഓക്സിജന് -6, ആഴ്സനിക്ക് +5 ഇത് ആഡ് ചെയ്താൽ -1 ആവുള്ളൂ. അപ്പോൾ 1 ആഴ്സനിക്ക് 3 ന്ന് 5ലേക്ക്. അപ്പോൾ 1 ആഴ്സനിക്കിൻ്റെ ചേഞ്ച് 2, 2 ആഴ്സനിക്കിൻ്റെ ചേഞ്ച് 4. 2 ആഴ്സനിക്കില്ല ഇതിനകത്ത്. 3 × -2 -6, അപ്പോൾ അത് +6. അത് 2 ആഴ്സനിക്കൽ +6, അപ്പോൾ 1 ആഴ്സനിക്കിന് +3, അവിടെ 1 ആഴ്സനിക്ക് +5. ക്ലിയർ അല്ലേ? നമ്മൾ ഇയാളെ കാര്യമാണ് പറയണേ. അപ്പോൾ ഇവിടെ എത്ര ആഴ്സനിക്കുണ്ടോ അയാൾക്ക് മൊത്തം പറയണം. അപ്പോൾ 2 ആഴ്സനിക്കിന് ചേഞ്ച് 4 വരും. ഇനി സൾഫൈഡ് -2 ഒരു സൾഫർ, -3 -6, അപ്പോൾ ഒരു സൾഫർ -2. സൾഫർ ഇവിടെ എത്തുമ്പോഴോ +4. -2 ന്ന് +4ലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? -2 ന്ന് +4ലേക്ക് വരണമെങ്കിൽ അതെ എത്ര ആഡ് ചെയ്യണം? -2 ന്ന് +4ലേക്ക് +6 ആഡ് ചെയ്യണം. +6 അല്ലേടാ, കുഴപ്പമില്ലല്ലോ. യെസ്, -2 ന്ന് +4ലേക്കാണ്. ക്ലിയർ അല്ലേ? ഇനി ചിലപ്പോൾ അത് സൾഫേറ്റിലേക്ക് പോകും, ചിലപ്പോൾ സൾഫേറ്റിലേക്കാണ് പോവുക. മനസ്സിലായോ? സൾഫേറ്റിലേക്ക് പോകുമ്പോൾ എന്താവും? അതെ, സൾഫേറ്റിലേക്ക് പോകുമ്പോൾ അയാൾ SO2- വരും. SO2- വരുന്നെങ്കിൽ സൾഫർ എത്രയിലെത്തും? +6 അപ്പോൾ -2 ന്ന് +6ലേക്ക് എത്തണമെങ്കിൽ +8 ആഡ് ചെയ്യണം. അതൊരു സൾഫറിന്. അപ്പോൾ 3 സൾഫറിന് 3×24. മനസ്സിലായോ? ഇവിടെ വരുമ്പോഴോ, ഇവിടെ വരുമ്പോൾ ഒരു സൾഫർ -2 ന്ന് +4ലേക്കാണ്. അപ്പോൾ ഒരു സൾഫറിന് +6 ആണ് കൊടുക്കേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സൾഫറിന് 6, 3 സൾഫറിന് 18. അപ്പോൾ മൊത്തം ചേഞ്ച് എത്ര വരും? സൾഫറിൻ്റെ മൊത്തം ചേഞ്ച് പ്ലസ് ആഴ്സനിക്കിൻ്റെ മൊത്തം ചേഞ്ച്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്താ വരിക? 22 ആണ് വരിക. അപ്പോൾ m/22. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വരുന്നു നമ്മൾ. അപ്പം 2 പേര് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്താൽ 2 പേരുടെ ചേഞ്ച് കൂടെ കൊടുക്കണം കേട്ടോ. മൊത്തം ചേഞ്ച് കൊടുത്തിട്ട് വേണം അത് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത കേസിലേക്ക് വരുന്നു. അടുത്ത കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റായി, റെഡ്യൂസിങ് ഏജൻറ്റായി. നെക്സ്റ്റ് നമ്മൾ വരുന്നത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡിൽ മൊളാരിറ്റി പഠിച്ചു, മൊളാലിറ്റി പഠിച്ചിട്ടുണ്ട്. ഫോർമാലിറ്റി അറിയുന്നതാണ്. അതിൽ നമ്മളിനി നോർമാലിറ്റിയിലാണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോർമാലിറ്റി മീൻസ് നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു, അതിൽ സൊല്യൂട്ട് ഉണ്ട്, സോൾവെൻ്റ് ഉണ്ട്. സൊല്യൂഷൻ ഒരു സെർട്ടൻ വോളിയുണ്ട്. നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് എന്താണെന്ന് നേരത്തെ കണ്ടു. ഒരാളുടെ ഈക്വലൻ മാസ് ഗ്രാമിൽ പറയാം. നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് ഓഫ് ദി സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ നമ്പർ ഓഫ് ഈക്വലൻസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് എടുക്കുക. അപ്പോഴാണ് എന്ത് കിട്ടുക? നോർമാലിറ്റി കിട്ടുക. മൊളാരിറ്റി എങ്ങനെയാണ് കിട്ടി? മൊളാരിറ്റി ക്യാപിറ്റൽ എം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്, വോളിയം ഓഫ് ദി സൊല്യൂഷൻ ലിറ്റേഴ്സ്. ഇതോ വോളിയം ഓഫ് ദി സൊല്യൂഷൻ തന്നെ, പക്ഷേ നമ്പർ ഓഫ് മോൾസിന് പകരം നമ്പർ ഓഫ് equivalents or number of gram equivalents. Number of moles, weight by molecular weight. Number of gram equivalents, weight by equivalent weight. ഈ നമ്പർ ഓഫ് മോൾസ് കിട്ടണമെങ്കിൽ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. ഇത് നമ്പർ ഓഫ് ഈക്വലൻസ് ആണ്. നമ്പർ ഓഫ് ഈക്വലൻസ് കിട്ടണമെങ്കിൽ വെയിറ്റ് ബൈ ഈക്വലന്റ് വെയിറ്റ്. പഠിച്ചോ? നമ്പർ ഓഫ് മോൾസ് വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്. ഇത് നമ്പർ ഓഫ് ഈക്വലൻസ് ആണ് ഓർ നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് ആണ് വെയിറ്റ് ബൈ ഈക്വലന്റ് വെയിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെയിറ്റ് ബൈ ഈക്വലന്റ് വെയിറ്റ് ചെയ്താൽ നമ്പർ ഓഫ് ഈക്വലൻസ് കണ്ടോ. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഈക്വലൻസ് കാണാൻ വേറെ എന്താ മെത്തേഡ്? ഇതല്ലേ നമ്പർ ഓഫ് ഈക്വലൻസ്. അത് കാണാൻ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ എന്താ സാധനം? നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ്. നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ ചെയ്താലും എന്ത് തന്നെ? നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ ചെയ്താലും നമ്പർ ഓഫ് ഈക്വലൻസ് തന്നെ. അപ്പം നമ്പർ ഓഫ് ഈക്വലൻസ് രണ്ട് രീതിയിൽ കാണാമല്ലോ. കാണാം. വെയിറ്റ് തന്നാൽ എന്ത് ചെയ്യണം? വെയിറ്റിന് അയാളുടെ ഈക്വലും വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് ഈക്വലൻസ്. നോർമാലിറ്റി തന്നാൽ എങ്ങനെ കാണാം? നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ് ചെയ്താൽ നമ്പർ ഓഫ് ഈക്വലൻസ്. മില്ലി ലിറ്ററിലാണെങ്കിലോ നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്ററിലാണെങ്കിൽ നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ്. നമ്പർ ഓഫ് ഈക്വലൻസ് ആകുമ്പം ലിറ്ററിൽ, മില്ലി ലിറ്ററിലാകുമ്പം മില്ലി ഈക്വലൻസ്. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. നമ്പർ ഓഫ് മോൾസ് കിട്ടാൻ എന്താ ചെയ്യുക? മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ്. അത് നമ്പർ ഓഫ് മില്ലി മോൾസ് ആകുമ്പോൾ ഇത് മില്ലി ലിറ്ററിലായിരിക്കും. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കാണുക? വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ്. ഐഡിയ വന്നല്ലോ. ഈ രണ്ട് ഇക്വേഷൻസ് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണേ. അപ്പോൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുക. നോർമാലിറ്റി, നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് ഓഫ് ദി സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പം നമ്പർ ഓഫ് ഈക്വലൻസ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ് ചെയ്താൽ നമ്പർ ഓഫ് ഈക്വലൻസ്. നമ്പർ ഓഫ് മോൾസ് കിട്ടണമെങ്കിലോ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കാണുക? വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ്. നമ്പർ ഓഫ് ഈക്വലൻസ് എങ്ങനെയാണ് കാണുക? വെയിറ്റ് ബൈ ഈക്വലൻറ്റ് വെയിറ്റ്. ഉറപ്പിച്ച മനസ്സിൽ റെഡി സ്റ്റോക്ക് വെച്ച്. കാരണം പ്രോബ്ലം സോൾവിങ് സെഷനിൽ ഇത് ഹൈലി യൂസ്ഫുൾ ആണ്. ഇതാണ് വേണ്ടത് നമുക്ക്. പിടിച്ചോ? കുഴപ്പമില്ലല്ലോ. മറ്റേത് മൊളാലിറ്റിയാണ്, LITY. അപ്പോൾ അതെന്ത് വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഇത് മൊളാരിറ്റി, മറ്റേത് നോർമാലിറ്റി. ക്ലിയർ ആണോ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ. ഇവിടെ കത്തിക്കണം. ഇനി പറയട്ടെ. യെസ്, അടുത്ത പോയിന്റിലേക്ക് വരാം. പറയാൻ പോവണേ. ഇനി നമ്മളിതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് വരുന്നു. ഇത് അപ്ലൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് അപ്ലൈ ചെയ്യാൻ പഠിക്കുക ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു. സേ KMnO4. KMnO4 reacts with a ferrous sulfate. Ferrous sulfate ആരാ? FeSO4. മനസ്സിലായോ? ഇനി ഓർമ്മിക്കേണ്ട അടുത്ത സംഗതി പറഞ്ഞുതരാം. നമുക്ക് നോർമാലിറ്റി ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്. നോർമാലിറ്റി ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്. രണ്ടിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായല്ലോ? ഉവ്വ്. നോർമാലിറ്റി എന്തായിരുന്നു? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു, മറന്നുപോയോ? നമ്പർ ഓഫ് ഈക്വലൻസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അല്ലേ? അതെ, കുഴപ്പമില്ലല്ലോ. നമ്പർ ഓഫ് ഈക്വലൻസ് നമ്മൾ എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് ഈക്വലൻസ് കിട്ടുന്നത് വെയിറ്റ് ബൈ ഈക്വലൻറ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. കുഴപ്പമില്ലല്ലോ. ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ഈക്വലൻറ്റ് വെയിറ്റ്. ഈക്വലൻറ്റ് വെയിറ്റ് പല ആളുകൾക്ക് പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുക. ഇപ്പം ഞാനൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എടുത്തു. ഓക്സിഡൈസിങ് ഏജൻറ്റ് എടുത്താൽ ഈക്വൽ മാസ് ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഞാനത് എന്നാന്ന് വെച്ചു. ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇൻ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. കുഴപ്പമില്ലല്ലോ. അതിൽ വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് എന്താ? വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ എന്താ? മൊളാരിറ്റി. അപ്പോൾ ഈ സാധനം മൊളാരിറ്റി. ഈ ഡെൽറ്റ തിരിഞ്ഞ് മോളല്ലേ വരിക? അതെ. അപ്പോൾ മൊളാരിറ്റി ഇൻറ്റു ഡെൽറ്റ എൻ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കണ്ടോ? അപ്പം നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു ഓക്സിഡൈസിങ് ഏജൻറ്റോ റെഡ്യൂസിങ് ഏജൻറ്റോ ആണെങ്കിൽ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ഈക്വൽ മാസ് പല ആളുകൾക്ക് പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഈ സാധനം ആ ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീൻ്റെ ടേംസിൽ വരും. സാൾട്ട് ആകുമ്പോൾ എന്താ വരിക? സാൾട്ട് ആകുമ്പം മോളാർ മാസ് ബൈ ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ ഓർ ആനിയോൺ എന്നാണ് വരിക. അപ്പോൾ അതാണ് ഇവിടെ വരിക. അപ്പോൾ എല്ലാവർക്കും ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല വരിക. അത് ആരാണ് എടുക്കുന്നതനുസരിച്ചിരിക്കും. കത്തിയോ? മനസ്സിലായോ? അത് ഇത് വെയിറ്റ് ബൈ ഈക്വൽ മാസ് എന്താ? ഈക്വൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഈക്വൽ മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ബൈ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൽ വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് എന്താ? നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ലിറ്റേഴ്സ്. മൊളാരിറ്റി. ഡെൽറ്റ തിരിഞ്ഞ് മോൾ വരും. കണ്ടോ? അപ്പം നോർമാലിറ്റി മൊളാരിറ്റി റിലേഷൻ എന്താ? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു ബേസിസിറ്റി. അതായിരിക്കും ആസിഡിന് ഈ സാധനം മാറി മാറി വരിക.
എല്ലാ കാലത്തും ഡെൽറ്റ എന്നാണോ? അല്ല. അത് പലർക്കും പല രീതിയിലല്ലായിരുന്നോ? ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റാണ് ചേഞ്ചിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആസിഡ് എടുത്താലോ ബേസിസിറ്റി. അപ്പോൾ H2SO4 എടുത്ത് 0.1 മോളാർ H2SO4 എത്ര നോർമലാണെന്ന് ചോദിച്ചു. അപ്പോൾ കത്തണം നോർമാലിറ്റിനെ എങ്ങനെയാണ്, മൊളാരിറ്റിനെ എങ്ങനെയാണ് നോർമാലിറ്റിയിലേക്ക് മാറ്റുക? ബേസിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ് ബേസിസിറ്റി? വെറുതെ H2SO4 തന്നിട്ടല്ലേ ഉള്ളൂ, റിയാക്ഷനൊന്നും തന്നിട്ടില്ലല്ലോ, ഇല്ല. നമ്പർ ഓഫ് റീപ്ലേസിബിൾ ഹൈഡ്രജൻ എത്രയാ? 2 ആണ്. അപ്പോൾ അതിൻ്റെ നോർമാലിറ്റി എത്രയാ? 0.1 × 2. അപ്പോൾ അത് 0.2 നോർമലാണ് സാധനം. 0.05 മോളാർ H2SO4 എത്ര നോർമലാന്ന് ചോദിച്ചു. അപ്പം തന്നെ മനസ്സിലായി നോർമാലിറ്റി അല്ലേ? അതെ. നോർമാലിറ്റി അല്ലേ? അതെ. മൊളാരിറ്റീനെ എങ്ങനെയാണ് നോർമാലിറ്റിയിലേക്ക് മാറ്റുക? മൊളാരിറ്റീനെ നമ്പർ ഓഫ് റീപ്ലേസിബിൾ ഹൈഡ്രജൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0.05 × 2 0.1. അപ്പോൾ 0.1 എന്താ? നോർമലാണ്. കണ്ടോ? 0.1 നോർമൽ H2SO4ൻ്റെ pH ചോദിച്ചാൽ എത്ര പറയണം? അപ്പം നോർമാലിറ്റി തന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതാണ് അവിടുത്തെ ആക്ച്വൽ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. പിന്നെ ഒരു 2 കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യണ്ട. 2 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ എത്തിയത്. കണ്ടോ? അപ്പോൾ അതിനെ H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? അതിൽ 0.1 നോർമലാണ് H+ൻ്റെ കോൺസെൻട്രേഷൻ. ഇതിൻ്റെ നെഗറ്റീവ് ലോഗരിതം നേരിട്ടെടുക്കുക. അപ്പോൾ നെഗറ്റീവ് ലോഗരിതം എടുത്ത് എത്രയാണ് വരിക? ഇത് 10⁻⁻1 ആണ്. നെഗറ്റീവ് ലോഗരിതം എടുത്താൽ 1. അപ്പോൾ 1 ആണ് ഇതിൻ്റെ pH. ഇത് pH 1 ഇനിയല്ലേ വരിക? അതെ. 0.05 × 2 0.1. അപ്പോൾ 0.1 നോർമൽ H+ എന്ന് പറഞ്ഞാലും 0.1 മോളാർ H+ എന്ന് പറഞ്ഞാലും രണ്ടും സെയിമാണ്. കാരണം H+ അല്ലേ? അതെ. H+ൻ്റെ കേസിൽ നോർമാലിറ്റി മൊളാരിറ്റി ഈക്വൽ അല്ലേ H+ന്? അതെ. എന്താ കാരണം? ചാർജ് 1 ആണ്. അയോൺസിൻ്റെ ചാർജ് 1 ആയാൽ നോർമാലിറ്റി മൊളാരിറ്റി ഈക്വലാണ്. സോഡിയം ക്ലോറൈഡ്, സോഡിയത്തിൻ്റെ മൊത്തം ചാർജ് എത്രയാണ്? +1. അപ്പോൾ അയാളുടെ കേസിൽ നോർമാലിറ്റി മൊളാരിറ്റി ഈക്വലാണ്. എന്താ കാരണം? നോർമാലിറ്റി ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു ചാർജ് ഓൺ ദി കാറ്റയോൺ ഓർ ആനയോൺ. ക്ലിയർ ആണോ? ഈ കൺവേർഷൻ ഫാക്ടർ പഠിക്കണം. ബേസ് ആണെങ്കിൽ അസിഡിറ്റി കൊടുക്കണം. NaOH എത്ര റീപ്ലേസിബിൾ? OH -1. അപ്പോൾ അസിഡിറ്റി 1. അപ്പോൾ നോർമാലിറ്റി ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു 1. ശരിയല്ലേ? നേരത്തെ നമ്മൾ K2Cr2O7 ചെയ്തു. ടോട്ടൽ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് 6. അപ്പോൾ അയാളെ മൊളാരിറ്റീനെ നോർമാലിറ്റിയിലേക്ക് മാറ്റണമെങ്കിൽ ×6 ചെയ്യണം. ഐഡിയ വന്നോ? ഈക്വൽ മാസ് പലർക്കും പല രീതിയിലല്ലേ ഡിഫൈൻ ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നില്ലേ? ബേസിസിറ്റി, അസിഡിറ്റി, ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ ഓർ ആനയോൺ, പിന്നെ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ആരുടേതാണോ അതിനനുസരിച്ചിട്ട് വേണം. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. നിങ്ങളോട് നോർമാലിറ്റി ഓഫ് Na2CO3 പറയാൻ പറഞ്ഞു. അപ്പോൾ അയാളെ മൊളാരിറ്റി ഇൻറ്റു Na2CO3 സാൾട്ട് അല്ലേ? ടോട്ടൽ ചാർജ് ഓൺ ദി കാറ്റയോൺ ഓർ ആനയോൺ എത്രയാ? 2. അപ്പോൾ മൊളാരിറ്റി ഇൻറ്റു 2 ചെയ്താൽ അയാളെ നോർമാലിറ്റി ആവും. ശരിയായോ? കുഴപ്പമില്ലല്ലോ. യെസ്. നമ്മൾക്കത് പ്രോബ്ലത്തിലേക്ക് നമുക്ക് അതിൽ യൂസ്ഫുൾ ആണ്, ശ്രദ്ധിച്ചോളണം. അത് നമ്മളതിലേക്ക് വരും. ഇനി അപ്പോൾ നമ്മളോട് പറഞ്ഞത് KMnO4 കൂടാതെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഫെറസ് സൾഫേറ്റ്. റിയാക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്താ? ഇയാൾ എത്ര ഈക്വലൻസ് റിയാക്ട് ചെയ്യുന്നോ അത്ര ഈക്വലൻസ് ഇയാൾ വേണം. എന്തിൻ്റെ ബേസിസിലാണ് റിയാക്ട് ചെയ്യുക? ഈക്വൽ മാസിൻ്റെ പ്രപ്പോർഷനിൽ. ഈക്വൽ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ ഒരു ഈക്വലൻറ്റ്, ഈക്വൽ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ ഒരു ഈക്വലൻറ്റ്. ഒരു ഈക്വലൻറ്റ് വേണം. 2ന് 2 വേണം. 3ന് 3 വേണം. 3ന് 3.5 വേണ്ട. നമ്പർ മോൾസ് വരുമ്പോൾ മാറ്റം വരും. നമ്പർ മോൾസ് വരുമ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ വെച്ചിട്ട് വേണം ചെയ്യുക. ഈക്വൽ മാസിൻ്റെ കോൺസെപ്റ്റ് വരുമ്പം ബാലൻസ്ഡ് ഇക്വേഷൻ്റെ ആവശ്യമില്ല. കാരണം ബേസിക് എന്താ? 1 ഈക്വലൻറ്റിന് 1 ഈക്വലൻറ്റ്, ഹാഫ് ഈക്വലൻറ്റിന് ഹാഫ് ഈക്വലൻറ്റ്, 2 ഈക്വലൻസിന് 2 ഈക്വലൻസ്. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി നമ്പർ ഓഫ് ഈക്വലൻസ് എങ്ങനെയാണ് കാണുക? അവിടെയാണ് പോയിന്റ്. നമ്പർ ഓഫ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ 1 വെയിറ്റ് ബൈ ഈക്വലൻറ്റ് വെയിറ്റ്, 2 നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ് ആകുമ്പോൾ നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ്, ലിറ്റർ ആകുമ്പോൾ നമ്പർ ഓഫ് ഈക്വലൻസ്. അപ്പോൾ തന്ന ഫാക്ടർ എന്താ നോക്കണം. അവർ പറയും ഇതെന്ത്? ഇത് 0.5 മോളാർ ഡാഷ് ml, ഇത് 50 ml 0.2 മോളാർ. അപ്പോൾ 50 ml 0.2 മോളാർ FeSO4നെ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ 0.5 മോളാർ ഇയാൾ എത്ര ml വേണമെന്നാണ് ചോദിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള റിയാക്ഷൻ, ഇവർ തമ്മിലുള്ള റിയാക്ഷൻ ഏത് മീഡിയത്തിലാണെന്ന് അവർ പറയും? ആസിഡിഫൈഡ് ആണെന്ന് പറയും. അപ്പോൾ റിഡോക്സ് അല്ലേ? അതെ. ആസിഡിഫൈഡ് മീഡിയമാണോ? അപ്പം കത്തണം. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതരുത്. ഇത് വെച്ചിട്ട് ബാക്കി ബിൽഡ് ചെയ്യാൻ പറ്റണം. പെർമാംഗനേറ്റിലെ മാംഗനീസ് എത്രയില്ല? +7. അസിഡിക് മീഡിയത്തിൽ അയാൾ എവിടേക്ക് എത്തുക? +2. അതാണ് നേരത്തെ പറഞ്ഞു തന്നെ. +7 +2 ചേഞ്ച് എത്രയാണ്? 5 ആണ്. അല്ലേ?
കുഴപ്പമില്ലല്ലോ. തന്നത് എന്താ? മൊളാരിറ്റി. അപ്പം നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ 0.5 × 5. ഈ 5 എന്താ? ചേഞ്ച് ഇൻ ദി ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ്. ആരുടെ? മാംഗനീസിൻ്റെ. അതെങ്ങനെ മനസ്സിലായി? ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ +7 ഏത് മീഡിയ? അസിഡ് മീഡിയം. അയാൾ എവിടേക്കേ പോവുള്ളൂ? +2 പോവുള്ളൂ, മാംഗനീസ്. അപ്പോൾ ചേഞ്ച് എത്ര വരും? 5 വരും. ചേഞ്ച് ഇൻ ദി ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് കൊണ്ട് മൊളാരിറ്റീനെ മൾട്ടിപ്ലൈ ചെയ്ത സാധനം എന്തായി? നോർമാലിറ്റി ആയി. വോളിയല്ലേ ചോദിച്ചത്? അതെ, വോളിയം നമുക്കറിയില്ല. ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. ഈ സാധനം എന്താ? നോർമാലിറ്റി. ഈ സാധനം എന്താ? വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? നമ്പർ ഓഫ് മില്ലി ഇക്വലൻസ്. ഇനി ഇവിടെ ആര് വന്നു? ഫെറസൾഫേറ്റ്. ഫെറസൾഫേറ്റിൽ ആരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക? ഫെറസ്. ഇയാൾ എത്രയിലാണ്? +2. ഇയാൾ എവിടേക്ക് പോകും? +3 പോകും. അപ്പോൾ ചേഞ്ച് എത്രയാണ്? 1. അപ്പോൾ അയാളെ മൊളാരിറ്റി എത്രയാണ് വരിക? മൊളാരിറ്റി 0.2 ഉണ്ട്. അയാളെ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1 ആണ്. മൊളാരിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മൊളാരിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കണ്ടോ? മൊളാരിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ അതെന്തായി? നോർമാലിറ്റി ആയി. ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. അപ്പോൾ ഇത് നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. അപ്പോൾ എന്താ സാധനം? നമ്പർ ഓഫ് മില്ലി ഇക്വലൻസ്. ഇയാൾ എത്ര മില്ലി ഇക്വലൻ്റ് ഉണ്ടോ അത്ര തന്നെ ഇയാൾ വേണം. ഇയാൾ എത്ര ഉണ്ടോ അത്ര തന്നെ ഇയാൾ വേണം. അപ്പോൾ അത് 2 ഈക്വൽ. ഒരെണ്ണമുള്ള ഒരു ഇക്വേഷൻ അല്ലേ ഉള്ളൂ. അതെ, സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് V കിട്ടും. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത്. അതിന് ഈ ഐഡിയ വേണം. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണോ? വേണ്ട, അതിനൊന്നും സമയം കളയരുത്. ഏത് മീഡിയം? അസിഡ് മീഡിയം. അസിഡ് മീഡിയത്തിൽ KMnO4 എവിടേക്ക് എത്തുമെന്നാണ് പറയേണ്ടത്? Mn2+. പിന്നെ ചേഞ്ച് എത്രയായിരിക്കും? 5 ആയിരിക്കും. അപ്പം മൊളാരിറ്റി തന്നില്ലേ? മൊളാരിറ്റീനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങോട്ട് പോയി എന്ന് മനസ്സിലായിക്കൊള്ളണം. മൊളാരിറ്റീനെ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നോർമാലിറ്റിയിലേക്ക് പോയി. നോർമാലിറ്റീനെ വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? നോർമാലിറ്റീൻ്റെ വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. അടിച്ചുറപ്പിച്ചോളം മനസ്സിൽ. നമ്പർ ഓഫ് മില്ലി ഇക്വലൻസ്. ഇയാളത് എന്താ? അയാളെ മൊളാരിറ്റിയും വോളിയം മില്ലി ലിറ്റേഴ്സ്. മൊളാരിറ്റി എങ്ങനെ നോർമാലിറ്റിയിലേക്ക് മാറ്റുക? ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചേഞ്ച് എത്രയാണ് വരിക? ഫെറസ് ഫെറിക്കിലേക്ക് പോവുക. 2+, 3+ലേക്ക് പോവുക. അതറിയണം. സൾഫേറ്റിനൊന്നും ഒരു ചേഞ്ചും വരില്ല. അപ്പോൾ ചേഞ്ച് എത്രയാണ് വരുന്നത്? 1. അപ്പോൾ മൊളാരിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് അളെ നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. ആൻസറാ. ഇതേ സാധനം നമ്മൾ ബാലൻസ് ചെയ്തിട്ട് നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഏറ്റവും എളുപ്പമാണിത്. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്താ? KMnO4 ഏത് മീഡിയത്തിലാണെന്നും ആ മീഡിയത്തിൽ അയാളെ ചേഞ്ച് എത്രയാണെന്നും റെഡി സ്റ്റോക്ക് കയ്യിൽ വേണം. അപ്പോൾ അത് അസിഡ് മീഡിയത്തിലാണ് ചേഞ്ച് 5. ഹൈലി കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ ചേഞ്ച് 1. ന്യൂട്രലോ സാധാരണ ആൽക്കലൈനോ ആണെങ്കിൽ ചേഞ്ച് 3. മനസ്സിലായോ? അപ്പോൾ മീഡിയം മാറുന്നതിനനുസരിച്ചിട്ട് ഈ വാല്യൂവിൽ മാറ്റം വരും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് ഈ ടൈപ്പിൽ. ഐഡിയ വന്നില്ലേ? ദെൻ വന്നോ? യെസ്. ഇനി ഒരു ആസിഡ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്. ബേസ് ഉണ്ട്. ആസിഡ് എത്ര തന്നു? ആസിഡ് നിങ്ങൾക്കൊരു 20 ഗ്രാം ആസിഡ് തന്നു. ആ 20 ഗ്രാം ആസിഡ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ആസിഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഡൈബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിസിറ്റി 2 ആണ്. ചോദിച്ചത് ആസിഡിൻ്റെ മോളാർ മാസ്സാണ്. അതിന് ബേസ് എന്ത് തന്നിട്ടുണ്ട്? ബേസ് 100 ml. അത് മോണോബേസിക്ക മീൻസ് ബേസാണ്. മോണോ ആസിഡിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആസിഡിറ്റി 1 ആണ്. 100 ml 0.2 മോളാർന്നും തന്നിട്ടുണ്ട്. ചോദിച്ചതിൻ്റെ മോളാർ മാസ. ആര് തമ്മിലാണ് റിയാക്ഷൻ? എയും ബിയും തമ്മിലാണ് റിയാക്ഷൻ. എന്നിട്ട് ബേസിലാണ് റിയാക്ട് ചെയ്യുക. ഇയാൾ എത്ര ഈക്വലൻസ് ഉണ്ട് അത്ര ഈക്വലൻ്റ് ഇയാൾ റിയാക്ട് ചെയ്യണം. ഇയാൾ എത്ര ഈക്വലൻ്റ് ഉണ്ട്? 20 ഗ്രാം ഉണ്ട്. അത് മൊത്തം റിയാക്ട് ചെയ്തോ? മൊത്തം റിയാക്ട് ചെയ്തു. തന്നത് എന്താ? മാസാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, തന്ന മാസ് മൊത്തം റിയാക്ട് ചെയ്തില്ലേന്ന് നോക്കണം. തന്ന മാസ് മൊത്തം റിയാക്ട് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പം ഇയാൾ എത്ര ഈക്വലൻസ് ഉണ്ടോ അത്രയും ഈക്വലൻസ് തന്നെ ഇയാൾ വേണം. എങ്ങനെ ഇയാൾ ഈക്വലൻസ് കാണുക? വെയിറ്റ് അല്ലേ തന്നത്? അതെ, വെയിറ്റ് ഡിവൈഡഡ് ബൈ ഈക്വലൻ വെയിറ്റ്. ഈക്വലൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. അതായിരിക്കും ആസിഡിന്. അപ്പോൾ ഇതെന്തായി? വെയിറ്റ് ബൈ ഈക്വലൻ വെയിറ്റ്. എന്താ? നമ്പർ ഓഫ് ഈക്വലൻസ് ഈക്വൽ ടു. അപ്പുറത്ത് എന്താ തന്നത്? മൊളാരിറ്റിയാണ്. മൊളാരിറ്റീനെ എങ്ങോട്ട് മാറ്റണം? നമ്പർ ഓഫ് ഈക്വലൻസ് പറയണമെങ്കിൽ മൊളാരിറ്റീനെ നോർമാലിറ്റിയിലേക്ക് മാറ്റണം. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അസിഡിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മൊളാരിറ്റി എത്ര ഉണ്ട്? 0.2. അസിഡിറ്റി എത്രയാ? 1. അപ്പം മൊളാരിറ്റി ഇൻറ്റു അസിഡിറ്റി. അപ്പം നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ് ചെയ്താൽ നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ് ആണ്. ഇത് നമ്പർ ഓഫ് ഈക്വലൻസ് ആണ്. അപ്പോൾ വോളിയം ലിറ്ററിൽ പറയണം. 100 ml എന്ന് പറഞ്ഞാൽ 100/1000 0.1 ലിറ്റർ. ഇതെന്താ മക്കളെ? മൊളാരിറ്റി. ഇതെന്താ? അയാളുടെ അസിഡിറ്റി. മൊളാരിറ്റി ഇൻറ്റു അസിഡിറ്റി നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ്. അപ്പം നമ്പർ ഓഫ് ഈക്വലൻസ്. വെയിറ്റ് ബൈ ഈക്വലൻ വെയിറ്റ്, നമ്പർ ഓഫ് ഈക്വലൻസ്. കംപ്ലീറ്റ് റിയാക്ഷൻ അല്ലേ? അതെ.
20 ഗ്രാം റിയാക്ട് ചെയ്തില്ലേ റിയാക്ട് ചെയ്തു. അപ്പോൾ ഇയാൾ എത്ര ഈക്വലൻ്റ് ഉണ്ടോ അത്ര ഈക്വലൻറ്റിന് ഇയാൾ വേണം. ഒരെണ്ണമുള്ള ഒരു ഇക്വേഷനുള്ളൂ സോൾവ് ചെയ്യാം. മോളാർ മാസ് കാണാം. കണ്ടോ? ഇങ്ങനെയാണ് അവിടെ ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി എന്ത് പറയുന്നറിയോ? ഈ 20 ഗ്രാം ഉണ്ട്, അത് പക്ഷേ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. സേ ഈ 20 ഗ്രാം യൂസ് ചെയ്തിട്ട് ഒരു 100 ml സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. ആ 100 ml സൊല്യൂഷൻ്റെ ഒരു 20 ml എടുത്തിട്ടാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 20 ഗ്രാം എവിടെയാണ് കിടക്കുന്നത്? 100 ml സൊല്യൂഷനിൽ. ആ 100 ml സൊല്യൂഷനിൽ എത്ര എടുത്തിട്ടുള്ളൂ? 20 ml എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 20 ml ആണ് എ ഇവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? ബി എത്ര റിയാക്ട് ചെയ്യുന്ന ഈ 20 ml ആയിട്ട്? ഒരു സെർട്ടൻ എമൗണ്ട്, സേ ഒരു 50 ml 0.1 മോളാർ ബി ആണ്. ഇയാളുടെ അസിഡിറ്റി എത്രയാണ്? ഇയാളെ മോണോ ആസിഡിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അസിഡിറ്റി 1 ആണ്. ഇതാണ് ഡാറ്റ തന്നെ. ഇവിടെ എന്ത് ചെയ്തു? 20 ഗ്രാം മൊത്തം റിയാക്ട് ചെയ്തു. അപ്പോൾ 20 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഈക്വലൻ്റാ? വെയിറ്റ് ബൈ ഈക്വലൻ്റ് വെയിറ്റ്. അപ്പോൾ എത്ര ഈക്വലൻസ് ആണ് ഇയാൾ റിയാക്ട് ചെയ്യുന്നത്? അപ്പോൾ അത്ര ഈക്വലൻസിന് മറ്റേ ആൾ വേണം. ഇവിടെ 20 ഗ്രാം എന്ത് ചെയ്തു? 100 ml പ്ലേസ് ചെയ്തു. ആ 100 ml മൊത്തം റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. 100ൽ 20 റിയാക്ട് ചെയ്യുന്നുള്ളൂ. 100ൽ 20 റിയാക്ട് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഈ 100 ml സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആദ്യം കാണണം. എങ്ങനെയാണ് നോർമാലിറ്റി കാണുക? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഈക്വലൻസ്. നമ്പർ ഓഫ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ ഈക്വലൻ്റ് വെയിറ്റ്. ഈക്വലൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസ് ബൈ ബേസിസിറ്റി. 20/m/2 ഡൈബേസിക് ആണ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി? നമ്പർ ഓഫ് ഈക്വലൻസ് ആയി. ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. എത്ര സൊല്യൂഷനിലാണ് അത് ഇട്ടത്? 100 ml പ്ലേസ് ചെയ്ത്. അപ്പോൾ ഫൈനൽ വോളിയം എത്രയാണ് അതിൻ്റെത്? 100 ml ആണ്. അപ്പോൾ അത് എത്ര ലിറ്ററാണ്? 0.1 ലിറ്റർ ആണ്. ഇതാണ് എന്ത്? നോർമാലിറ്റി. എങ്ങനെയാണ് നോർമാലിറ്റി കണ്ടത്? വെയിറ്റ് ബൈ ഈക്വലൻ്റ് വെയിറ്റ്. അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അപ്പോൾ ഇത് നോർമാലിറ്റിയാണ്. ക്ലിയർ അല്ലേ? ഇതാണ് 100 ml സൊല്യൂഷൻ്റെ നോർമാലിറ്റി. അതിൽ നിന്ന് 20 ml ആണ് എടുക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ്റെ നോർമാലിറ്റി എത്രയാണ്? അതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചോളണം. N1V1 ഈക്വൽ ടു N2V2. N1V1 എന്ന് പറഞ്ഞാൽ എന്താ? നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. അത് ഇയാളുടെ ഈസ് ഈക്വൽ ടു N2V2 എന്ന് പറഞ്ഞാൽ എന്താ? ഇയാളുടെ നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. ഇതെന്താ? നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ്. ഇതെന്താ? നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ്. ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. കണ്ടോ? നോർമാലിറ്റി എത്രയാ? നോർമാലിറ്റി 20/m/2 ഇൻറ്റു 0.1. അതാണ് നോർമാലിറ്റി. ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ് എത്രയാ? അയാൾ മില്ലി ലിറ്ററിൽ എത്ര എടുത്തു നമ്മൾ പറഞ്ഞത്? 100 ml പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് എത്ര ml റിയാക്ട് ചെയ്യുന്നുള്ളൂ? 20 ml റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഈസ് ഈക്വൽ ടു ഇത് ml ആണേ പറഞ്ഞത്. അപ്പോൾ അപ്പുറത്തെ ml പറയണം. അയാളുടെ നോർമാലിറ്റി എത്രയാ? അയാളുടെ മൊളാരിറ്റി 0.1. മൊളാരിറ്റീനെ നോർമാലിറ്റിയിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസ് ആണ്, അസിഡിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മോണോ അസിഡിക് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അസിഡിറ്റി എത്രയാ? 1 ഇൻറ്റു അയാളുടെ വോളിയം എത്ര? 50 ml. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എം കിട്ടും. ഒരെണ്ണമുള്ള ഒരു ഇക്വേഷനുള്ളൂ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. 20 ഗ്രാം എടുത്തു, ആ 20 ഗ്രാം മൊത്തം റിയാക്ട് ചെയ്തു. അപ്പോൾ 20 ഗ്രാം എത്ര ഈക്വലൻസ് ആണോ അത് മൊത്തം റിയാക്ട് ചെയ്യുന്നുണ്ട്. 20 ഗ്രാം എത്ര ഈക്വലൻസാ? 20 ബൈ ഈക്വലൻ്റ് വെയിറ്റ്. വെയിറ്റ് ബൈ ഈക്വലൻ്റ് വെയിറ്റ്. നമ്പർ ഓഫ് ഈക്വലൻസ്. അപ്പോൾ നമ്പർ ഓഫ് ഈക്വലൻസ് പറയണം. നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ്. ഇവിടെ എന്ത് ചെയ്തു? 20 ഗ്രാം 100 ml ഇട്ടു. ആ 100 ml നിന്ന് 20 ml എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 20 ഗ്രാം മൊത്തം റിയാക്ട് ചെയ്തോ? ഇല്ല. 20 ഗ്രാം 100 ml ഉണ്ട്, അത് നിന്ന് 20 ml എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 20 ഗ്രാം മൊത്തം റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത 100 ml സൊല്യൂഷൻ്റെ നോർമാലിറ്റി ആദ്യം പറയണം, കോൺസെൻട്രേഷൻ ആദ്യം പറയണം, എന്നിട്ട് അതിൻ്റെ 20 ml എടുക്കണം. അപ്പോൾ യൂസ് ചെയ്യേണ്ടത് എന്താ? N1V1 ഈക്വൽ ടു N2V2. അപ്പോൾ പ്രിപ്പയർ ചെയ്ത സൊല്യൂഷൻ്റെ നോർമാലിറ്റി ആദ്യം പറയണം, അത് എത്ര വോളിയം റിയാക്ട് ചെയ്യുന്നു ആ വോളിയം പറയണം, അപ്പുറത്ത് പിന്നെ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? യെസ്. ഇനി അവരെങ്ങനെയാണ് തരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A+B gives C+D ഇങ്ങനെ തരും. A+B gives C+D. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? അപ്പം നമ്മൾ ഇത് W1 ഇത് W2. ക്ലിയർ ആണോ? വളരെ എളുപ്പമാണ്. ആര് തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്? ഇവർ എയും ബിയും. എന്തിൻ്റെ ബേസിലാണ് റിയാക്ട് ചെയ്യുക? ഈക്വൽ മാസിൻ്റെ പ്രപ്പോർഷനിൽ. അപ്പം റിയാക്ട് ചെയ്യുന്ന മാസും കിട്ടുന്ന മാസമൊക്കെ എന്തിന് പ്രപ്പോർഷനിലായിരിക്കും? ഈക്വൽ മാസിന് പ്രപ്പോർഷനിൽ.
അപ്പോൾ W1/W2 ഈസ് ഈക്വൽ ടു E1/2. E1 എന്ന് പറഞ്ഞാൽ എന്താ? ഇയാളുടെ ഈക്വൽ മാസ്. E2 ഇയാളുടെ ഈക്വൽ മാസ്. ഇയാൾ എത്രയാണ് മാസ് റിയാക്ട് ചെയ്യുന്നത്? W1 ഗ്രാം. ഇയാളോ W2 ഗ്രാം. റിയാക്ട് ചെയ്യുന്ന മാസും കിട്ടുന്ന മാസമൊക്കെ എന്തിൻ്റെ പ്രപ്പോർഷനിൽ? ഈക്വൽ മാസിൻ്റെ പ്രപ്പോർഷനിൽ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഐഡിയ വന്നല്ലോ? ശ്രദ്ധിച്ചേ. മെറ്റൽ 4 gram metal is converted into 6 gram metal oxide. ചോദിച്ചത് ഈക്വൽ മാസ് ഓഫ് മെറ്റലാണ്. ഈക്വൽ മാസ് ഓഫ് മെറ്റൽ രണ്ട് രീതിയിൽ ചെയ്യാം. റിയാക്ട് ചെയ്യുന്ന മാസം കിട്ടുന്ന മാസം ഈക്വൽ മാസിൻ്റെ പ്രപ്പോർഷനിൽ. അപ്പോൾ 4/6 ഈക്വൽ ടു 4 ഇയാളെ വെയിറ്റ്, 6 അയാളെ വെയിറ്റ്. ഇയാൾ ഈക്വൽ മാസ് എത്രയാണ്? മെറ്റലിൻ്റെ ഈക്വൽ മാസ് E. മെറ്റൽ ഓക്സിജൻ്റെ ഈക്വൽ മാസോ? മെറ്റലിൻ്റെ ഈക്വൽ മാസ് പ്ലസ് ഓക്സിജൻ്റെ ഈക്വൽ മാസ്. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ടെന്നുള്ള വിഷയമല്ല. ഓക്സിജൻ്റെ ഈക്വൽ മാസ് എന്ന് പറഞ്ഞാൽ 8. മനസ്സിലായോ? 2, 3, 4 ഓക്സിജൻ അവിടെ കാണും. അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. ഈക്വൽ മാസ് ഓഫ് മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ ഈക്വൽ മാസ് പ്ലസ് ഓക്സിജൻ്റെ ഈക്വൽ മാസ്. ഒരെണ്ണമുള്ള ഒരു ഇക്വേഷനുള്ളൂ. സോൾവ് ചെയ്ത ആൻസറോ? അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? മെറ്റലുണ്ട്, ഓക്സിജൻ ഉണ്ട്. മെറ്റൽ 4 ഗ്രാമാണ്, 6 ഗ്രാം മെറ്റൽ ഓക്സൈഡാണ്. അപ്പോൾ അതിൽ 2 ഗ്രാം ഓക്സിജനാണ് അല്ലേ? 4 ഗ്രാം മെറ്റൽ, അത് 6 ഗ്രാം മെറ്റൽ ഓക്സൈഡായി. അപ്പോൾ 2 ഗ്രാം കൂടിയില്ലേ? ആ 2 ഗ്രാം ആരാ? 4 ഗ്രാം ഓൾറെഡി ആരാ? മെറ്റലാ. 6 ഗ്രാം ആകുമ്പോഴോ അതിൽ 2 ഗ്രാം ഓക്സിജനാണ്. അപ്പോൾ 4 ഗ്രാം മെറ്റലിന് 2 ഗ്രാം ഓക്സിജൻ വേണം. ഓക്സിജൻ ഈക്വൽ മാസ് എന്താ? 8. 2 എങ്ങനെ 8ലേക്ക് ചാടുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 16. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് അത് തന്നെ കിട്ടും. അപ്പം ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഒരേ പ്രിൻസിപ്പിളാണ്. ക്ലിയർ ആണോ? ഇനി അവരെന്ത് പറയും? മെറ്റൽ ഓക്സൈഡ് വേണ്ട, മെറ്റൽ കാർബണേറ്റ് കൺവേർട്ടഡ് ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് എന്ന് പറയും. എന്നിട്ടെന്ത് പറയും? 4 ഗ്രാം 1 ഗ്രാമായി എന്ന് പറയും. 4 ഗ്രാം ഉണ്ട്, അത് 1 ഗ്രാമായി എന്ന് പറയും. ഈക്വൽ മാസ് ഓഫ് മെറ്റൽ ചോദിക്കും. അപ്പോൾ ആര് തമ്മിൽ റിയാക്ട് ചെയ്യുന്നത്? മെറ്റൽ കാർബണേറ്റ് മെറ്റൽ ഓക്സൈഡ്. എന്തിൻ്റെ പ്രപ്പോർഷനിൽ? ഈക്വൽ മാസിൻ്റെ പ്രപ്പോർഷനിൽ. അപ്പോൾ 4/1 ഈക്വൽ ടു ഇയാളെ ഈക്വൽ മാസ് മെറ്റലിൻ്റെ ഈക്വൽ മാസ് പ്ലസ് കാർബണേറ്റിൻ്റെ ഈക്വൽ മാസ്. കാർബണേറ്റ് അയോണാണ്. അയോണിൻ്റെ ഈക്വൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ദി അയോൺ ഡിവൈഡഡ് ബൈ ചാർജ് ഓൺ ദി അയോൺ ആണ്. അയോണിൻ്റെ ഈക്വൽ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി അയോൺ ബൈ ചാർജ് ഓൺ ദി അയോൺ. മാസ് ഓഫ് ദി അയോൺ എന്ന് പറഞ്ഞെങ്കിൽ 48 + 2 12, that is 60 divided by 2. അപ്പം 30 ആണ്. 30 ആണ് അവിടെ ഈക്വൽ മാസ് ഓഫ് കാർബണേറ്റ്. അപ്പോൾ ഈക്വൽ മാസ് ഓഫ് മെറ്റൽ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ മാസ് ഓഫ് മെറ്റൽ പ്ലസ് ഈക്വൽ മാസ് ഓഫ് കാർബണേറ്റ്. ഈക്വൽ മാസ് ഓഫ് കാർബണേറ്റ് എത്രയാണ്? 30. ദെൻ പിന്നെ വേണ്ടത് മെറ്റൽ ഓക്സൈഡിൻ്റെ ഈക്വൽ മാസ്. മെറ്റൽ ഓക്സൈഡിൻ്റെ ഈക്വൽ മാസ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ ബാലൻസ് ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള അസംഷനിലാണ് പോവുക. അപ്പോൾ ഈക്വൽ മാസ് ഓഫ് മെറ്റൽ പ്ലസ് ഓക്സിജൻ്റെ ഈക്വൽ മാസ് 8. അപ്പോൾ ഇത് ചെയ്യാൻ ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. കണ്ടോ? ഇയാളെ വെയിറ്റ് ബൈ അയാളെ വെയിറ്റ് ഈക്വൽ ടു ഇയാളെ ഈക്വൽ മാസ് ബൈ അയാളെ ഈക്വൽ മാസ്. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. മെറ്റൽ കാർബണേറ്റിൻ്റെ ഈക്വൽ മാസ് എങ്ങനെയാണ്? കാർബണേറ്റിൻ്റെ ഫോർമുല ഒന്നും വേണ്ട. ഏത് മെറ്റൽ കാർബണേറ്റ് ആണെങ്കിലും മെറ്റലിൻ്റെ ഈക്വൽ മാസ് പ്ലസ് കാർബണേറ്റിൻ്റെ ഈക്വൽ മാസ്. കാർബണേറ്റ് ആരാ? റാഡിക്കലാണ്. അയോണിൻ്റെ മാസ് ഈക്വൽ മാസ് എങ്ങനെയാണ് കണ്ടത്? അയോണിൻ്റെ ഈക്വൽ മാസ് എന്ന് പറഞ്ഞാൽ അയോണിൻ്റെ മാസ് ബൈ അയാളെ ചാർജ്. സൾഫേറ്റ് അയോൺ ആണെങ്കിൽ അതിൻ്റെ മാസ് 96 ബൈ അതിൻ്റെ ചാർജ് 2. മനസ്സിലായോ? OH മൈനസ് ആണെങ്കിൽ അതിൻ്റെ മാസ് 16 + 1 17 ബൈ ചാർജ് 1. ക്ലിയർ അല്ലേ? അത് ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. കുഴപ്പമില്ലല്ലോ. അവർ പറയും മെറ്റൽ നൈട്രേറ്റ്. ആയിക്കോട്ടെ, മെറ്റൽ നൈട്രേറ്റ് കൺവേർട്ടഡ് ഇൻറ്റു മെറ്റൽ കാർബണേറ്റ്. കുറേ സ്റ്റെപ്പിൽ മെറ്റൽ കാർബണേറ്റിൽ എത്തിച്ചു അവസാനം എന്ന് അവർ പറയും. അവർ പറയും ഇത് 2 ഗ്രാമാണ്, ഇത് എത്തിയപ്പോഴേക്കും ഒരു 6 ഗ്രാമായി എന്ന് പറയും. ഈക്വൽ മാസ് ഓഫ് മെറ്റൽ ചോദിക്കും. ഒന്നുമില്ല, ഇയാളുടെ മാസ് ബൈ മറ്റേയാളുടെ മാസ് ഈക്വൽ ടു ഇയാൾ ഈക്വൽ മാസ് അയാൾ ഈക്വൽ മാസ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ ഈക്വൽ മാസ് പ്ലസ് നൈട്രേറ്റ് അല്ലേ? അതെ. NO3 മൈനസ് അല്ലേ? അതെ. NO3 മൈനസിൻ്റെ മൊത്തം മാസ് ബൈ ചാർജ് 1 അതിവിടെ കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഈക്വൽ മാസ് ഓഫ് മെറ്റൽ കാർബണേറ്റ്. അത് മെറ്റലിൻ്റെ ഈക്വൽ മാസ് പ്ലസ് കാർബണേറ്റിൻ്റെ ഈക്വൽ മാസ്. കാർബണേറ്റ് അയോൺ അല്ലേ? അതെ. എങ്ങനെ ഈക്വൽ മാസ് കാർബണേറ്റിൻ്റെ കാണുക? മാസ് ബൈ ചാർജ്. ആരുടെ? കാർബണേറ്റിൻ്റെ മാസ് ബൈ ചാർജ്. ക്ലിയർ അല്ലേ? അതിൻ്റെ കൂടെ പിന്നെ മെറ്റൽ കൂട്ടുണ്ടാവില്ല, കാർബണേറ്റ് മാത്രമല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഒരെണ്ണമുള്ള ഒരു ഇക്വേഷൻ അല്ലേ ഉള്ളൂ. അതെ, സോൾവ് ചെയ്ത ആൻസറാണ്. ക്ലിയർ ആണോ മക്കൾക്ക്? യെസ്. ഇത്രയാണ് അവിടെ ഇക്വലൻ മാസിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇക്വലൻ മാസിൻ്റെ ഐഡിയാസ് അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ദെൻ
ഒരു സെഷൻ അവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ മക്കളെ, താങ്ക് യു.